Hello friends, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് മൊബൈലിന്റെ സ്ക്രീൻ എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ റൂട്ട് ചെയ്ത മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത്. എന്നാൽ റൂട്ട് ചെയ്യാത്ത മൊബൈലിൽ നമുക്ക് എങ്ങനെ ആൻഡ്രോയിഡ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, അതിനായിട്ട് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ മൊബിസൺ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ലഭിക്കും. അതിൽ മൊബിസൺ എന്ന് പറയുന്ന രണ്ട് റിസൾട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ മൊബിസൺ ഫോർ സാംസങ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. നല്ല ഒരു ആപ്ലിക്കേഷനാണിത്. 1 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഇവിടെ നിന്ന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അക്സെപ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ ഡൗൺലോഡിങ് ആകുന്നതാണ്. അതിനുശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. നമുക്കിനി ഇവിടെ ഒന്ന് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിനുശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. നിങ്ങളിത് ഇവിടെ എൻട്രി ചെയ്യുക. ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി എൻട്രി ചെയ്യുക. അതിനുശേഷം ഇവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള പാസ്വേഡ് അത് ഇവിടെ എൻട്രി ചെയ്യുക. ഞാനിവിടെ ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം അടുത്ത ഓരോ പേജുകളായിട്ട് ഇവിടെ നോക്കുക. അതിനുശേഷം സ്റ്റാർട്ട് മൊബിസൺ എന്ന് ഉള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുക, റെക്കോർഡ് സ്ക്രീൻ എന്നുള്ള ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ റെക്കോർഡ് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഐക്കൺ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ 3 ഓപ്ഷനുകളുണ്ട്. നിങ്ങൾക്ക് ക്യാമറയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു വീഡിയോ റെക്കോർഡിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ റെക്കോർഡിങ്ങിന്റെ ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. നോക്കുക, നൗ റെക്കോർഡിംഗ് എന്ന് മുകളിൽ എഴുതി കാണിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് ആകുന്നുണ്ട്. നമ്മളുടെ ആൻഡ്രോയിഡ് മൊബൈൽ നമുക്ക് നോക്കായത് ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി നോക്കാം. ഇപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് നോക്കാം, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. ഇത് എത്ര സെക്കൻഡ് ആയി എന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. 27 സെക്കൻഡ് ആയിട്ടുണ്ട് റെക്കോർഡിങ്. ഇനി ഇവിടെ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. ഇത് ഗാലറിയിൽ നിന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ നമുക്ക് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണാൻ സാധിക്കും. ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഏതെങ്കിലും ഒരു പ്ലെയർ സെലക്ട് ചെയ്യുക. KM പ്ലെയർ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. നോക്കുക, നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണിത്. ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിലും മൊബൈലിൻ്റെ സ്ക്രീൻ കമ്പ്യൂട്ടറിൻ്റെയോ ഒന്നും സഹായമില്ലാതെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇത് പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. റൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇതിനില്ല. നിങ്ങൾക്ക് റൂട്ട് ചെയ്യാത്ത മൊബൈലിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ പോയി എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.